എന്തായി? ചില്ലി ചിക്കൻ നിന്റെ രാഗിയാണ്ടി വെക്കണ പോലെയൊക്കെ ആയോ? അത്രയ്ക്കൊന്നും ആവില്ല. ആകെ രാഗിയാണ്ടി സൂപ്പറാ, നല്ലോണം വയ്യും. ആടി നിന്റെ അമ്മയ്ക്ക് അല്ലെങ്കിലും ഒന്നും വെക്കാൻ അറിയില്ലല്ലോ. അങ്ങനെയല്ല, രാഗിയാണ്ടി വാ വാ വീട് വയ്ക്കാം ഒരു തുമ്പ് പൂവിറുത്ത് ചിക്കനാ ചില്ലി ചിക്കൻ ഞാൻ പറയൂലേ. ഞാൻ അറിയാതെ ഒരു ചില്ലി ചിക്കൻ കോഴി പറന്നിങ്ങ് വന്നു. അമ്മാമനെ അമ്മുമ്മേരയില് അമ്മയ്ക്ക് എടുക്കാൻ കുറച്ച് പൈസ കൊടുത്തു. അപ്പൊ ചില്ലി ചിക്കൻ വാങ്ങിച്ചമ്മ. ഓ എന്റെ അളിയന് ഇപ്പോഴെങ്കിലും നമ്മളെയൊക്കെ ഓർമ്മ വന്നോ? കഴിച്ചോ? അതെ, അളിയൻ കൊടുത്തു വിട്ടതിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി കാണാതിരിക്കാൻ വഴി ഇല്ലാതില്ലല്ലോ. ഇല്ല അവിടെ ഇല്ല. തിരിച്ചു വെച്ചോ? ഇല്ല ക്ലീറ്റോ, ഞാൻ അവിടെ വെക്കോ? ഇല്ല, വെച്ചേക്ക്, തിരിച്ചു വെച്ചേക്ക്. എന്ത് ചെയ്തു ബാക്കി? ഒന്നും കിട്ടിയോണെന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും എന്റെ അളിയൻ കൊടുത്തു വിട്ടല്ലേ. അപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്തെങ്കിലും വട്ടച്ചെലവിന് നിനക്ക് തന്നൂടെ? കെട്ടിയോനെന്ന നിലയ്ക്ക് പലചരക്ക് കടയിൽ എന്തെങ്കിലുമൊക്കെ ആദ്യം വീട്ടണം. അതങ്ങനെ തന്നെ കൊണ്ടുവന്ന് പലചരക്ക് കടയിൽ കൊടുത്തു. തരട്ടെ? കഴിക്കാൻ തരട്ടെ? പോകോ? പൈസ ഇനി ഇങ്ങനെ കഴിച്ചെങ്കിലും ആ സന്തോഷത്തിൽ പങ്കുചേരാ. എന്റെ അളിയൻ കൊടുത്തു വിട്ടതല്ലേ. ഓ, അളിയനോട് ഇപ്പൊ എന്താ സ്നേഹം? ആദ്യമായിട്ട് ഉണ്ടാക്കണതാ, പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്. നീ തിന്നണുണ്ടാവും, മനസ്സിലായതാ. എങ്ങനെയുണ്ട് ചില്ലി ചിക്കൻ? ഇന്നെന്തായാലും 4 ചപ്പാത്തി കഴിച്ചു ഞാൻ ഇന്ന് ഈ സന്തോഷത്തിൽ പങ്കുവരാൻ പോകും. ചപ്പാത്തി 2 കൂടെ എടുക്കാനുണ്ടല്ലോ. ഓ, 2 3 തരാം. സന്തോഷം. പൈസ മാത്രമേ ഇല്ലാതെ എല്ല് തൊണ്ട കയറുള്ളടി. ഓയോ, എല്ലില്ലാത്ത ചിക്കൻ ഇനി വേറെ എന്തെങ്കിലും മേടിക്കണം. ഉണ്ട്. സൂപ്പർ. ശരിയായോ? ഇവിടെ പറഞ്ഞു ശരിയായിട്ടില്ല. കുറച്ച് എരിവ് കൂടിപ്പോയല്ലേ? ഒരു കുഴപ്പമില്ല. ചെറുതായിട്ട് എരിവ് കൂടുമ്പോൾ വെള്ളം കുടിക്കാനുള്ള ഇത്ര എരിവ് വേണം. ചില്ലി ചിക്കൻ, ചില്ലി ചിക്കൻ, ചില്ലി എന്താ മുളക്, അതിന് ഇത്ര എരിവ് വേണം. രാഗിയാണ്ടി ഉണ്ടാക്കണ അത്രയൊന്നും ആയില്ല. നീ തിന്നണ്ട, രാഗിയാണ്ടി എടുത്തു പോയി തിന്നോ. ചെല്ല്. തമാശ പറഞ്ഞൂടെ? നമസ്കാരം വസുണ്ടേ. എന്തോ വീട്ടിലാ? ഇവിടെ എത്തിയോ? ഇവിടെ വീട്ടിലുണ്ടോ? ഞാൻ പാർട്ടി ഓഫീസിലോട്ട് ഇപ്പോഴാ. വസുണ്ട് കാര്യം പറഞ്ഞോ? നേരിട്ടോ? ഓ അതെയോ? ഞാൻ വരാം. ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. വരാം വരാം, ഉടനെ വരാം. എത്തിക്കോളാം. ശരി. പ്രസിഡന്റാ? അല്ല, ഡൽഹിയിൽ നിങ്ങൾ എത്തി. എന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ല. അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന്. എന്തുപറ്റി? എന്തോ കാര്യം പറയാൻ പറഞ്ഞപ്പോ എനിക്ക് ഗുണമുള്ള എന്തോ കാര്യത്തിനാണ്. അതെന്താ കാര്യം? നേരിട്ട് പറയാം. എന്തായാലും കഴിച്ചിട്ട് പോവാം. എന്നാ 2 ചപ്പാത്തികളും കൂടി വെച്ചോ. ക്ലീറ്റസേ, ഞാൻ വളരെ സന്തോഷവാനാണ്, വളരെ ഹാപ്പിയാണ്. എന്താണ് പ്രസിഡന്റ് കാര്യം? തനിക്കറിയത്തില്ലേ, ഇവിടെ ഡൽഹിയിൽ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചില്ലേ? അല്ല, അത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അത് ഞങ്ങൾ ഇവിടെ ആഘോഷിച്ചു. പക്ഷെ ഇവിടെ ആഘോഷിച്ചാൽ മാത്രം പോരാ, ഇവിടെയും അതുപോലെ നമുക്കൊരു സ്ഥാനാർത്ഥിയെ എത്രയും പെട്ടെന്ന് അടുത്ത ഇലക്ഷൻ ഉണ്ടാക്കണം, വിജയിപ്പിക്കണം. ഞാനും അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്. ഓട്ടത്തിലാണ്. പക്ഷേ ഇവിടുത്തെ കാര്യം അറിയാമല്ലോ എനിക്ക്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോരാ, ഇവിടെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കി എടുക്കണം. ഞാൻ പ്രസിഡന്റ് നമ്മുടെ ഈ കർഷകരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കർഷകരുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കർഷക സമരം സംഘടിപ്പിച്ചാലോ? അവരുടെ കുറേ പ്രശ്നങ്ങളൊക്കെ അത് നമുക്ക് കുറച്ച്. ഒരു കാര്യമില്ലടോ, അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് സഹതാപം വേണം. പ്രസിഡന്റ് പറയണത് നമ്മൾ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി കരഞ്ഞ് കാല് പിടിച്ച് വോട്ട് ചോദിക്കണമായിരിക്കും അല്ലേ? അതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഏതെങ്കിലും ഒരു വീട്ടുകാർ കരയണം, ബാക്കിയുള്ളവരെ കണ്ട് നമ്മൾ കരയിപ്പിക്കണം. മനസ്സിലായില്ല പ്രസിഡന്റ്? എടോ, ഒരു രക്തസാക്ഷി വേണമെന്ന് പറഞ്ഞു പറഞ്ഞത്. ഒന്നാമത് നമ്മുടെ പാർട്ടിയിൽ ആൾക്കാർ കുറവാണ്. അതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ നടക്കുമോ? നടക്കും, നടത്തണം. അതിനിപ്പം
അതിന് ആരാ ഇപ്പൊ രക്തസാക്ഷിയാവാൻ? ആരായാലും 4 പേര് അറിയുന്ന ഒരാളായിരിക്കണം. നമ്മുടെ പാർട്ടിയിൽ ഇപ്പൊ അങ്ങനെ ഇല്ല. എടുത്തു പറയാൻ ആരും ഇല്ല. എന്നാ ഞാനൊരാളെ അങ്ങോട്ട് പറയട്ടെ. ആരാ? അൻസാർ. അതൊന്നും ശരിയാവില്ല പ്രസിഡന്റ്. ക്ലീറ്റസ് ഇരിക്ക് ക്ലീറ്റസ്. ഈ സന്തോഷ വാർത്തയുടെ കേക്ക് അടുത്ത സ്ഥാനാർത്ഥി ക്ലീറ്റസ് ആണ്. പാർട്ടിയുടെ തീരുമാനമാണ്. ഇനി ഒരു സന്തോഷം കൂടെ വാർത്ത കൂടെ കേട്ടോ. ഇതിനു വേണ്ടി 1 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് പാർട്ടി തരും. മനസ്സിലായിട്ടോ? അതിൽ നിന്ന് ഒരു 25 or 30 കൊടുത്ത് നല്ലൊരു കൊട്ടേഷൻ ടീമിനെ സംഘടിപ്പിക്കും. ഒരു 25 ലക്ഷം രൂപ ആ അൻസാറിൻ്റെ കുടുംബത്തിൻ്റെ മണ്ടയ്ക്ക് വിട്ടു കൊടുത്തേക്കണം. അതോടുകൂടി അവരുടെ പ്രശ്നം തീരും. അവർ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ പോയിട്ട് ബാക്കി ഒരു 10-45 ലക്ഷം രൂപ ഉണ്ട്. അതുകൊണ്ട് ക്ലീറ്റസിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. പാർട്ടിയെ വളർത്തുവോ ക്ലീറ്റസ് വളരുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു സീറ്റ് ഇവിടെ കിട്ടിയിരിക്കണം. അതാണ് മെയിൻ കാര്യം. പിന്നെ ഈ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആയുധങ്ങളും മറ്റ് തെളിവുകളും എല്ലാം കൊണ്ടുവന്ന് അവൻ്റെ പേരെന്താ, അമ്പിളിക്കുട്ടൻ, അവൻ്റെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഇത് ചെയ്യിച്ചേക്കണം. അന്വേഷണത്തിൽ ഇവരാണ് ഈ പാർട്ടി, അവൻ്റെ പാർട്ടിയാണ് ഇത് ചെയ്തതെന്ന് വന്നോളും. അതോടുകൂടി കംപ്ലീറ്റ് സഹതാപ തരകത്തോടുകൂടി ക്ലീറ്റസിന് ഈസി ആയിട്ട് ജയിക്കാം. ഞാനാ പറയുന്നത്. നമുക്ക് എന്തായാലും ഒരു സീറ്റ് വേണം. അത് കിട്ടിയേ മതിയാവും. എടേ നടരാജ, നീ ഒന്നും ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. നിന്റെ ക്ലീറ്റസ് നേതാവ് വലിയ വിഷമത്തിലാണ്. അതെന്താണ്? അതെന്താന്ന് വെച്ചാൽ നിനക്കറിയത്തില്ലേ, അവന്റെ പാർട്ടി പ്രവർത്തനങ്ങളൊന്നും ഉഷാറല്ല എന്നാണ് അവൻ പറയുന്നത്. നിന്നെ പോലുള്ള അണികൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം? അല്ല, എന്റെ ജീവൻ മുഴുവൻ ഞാൻ പാർട്ടിയിൽ അർപ്പിച്ചിരിക്കല്ലേ. ജീവൻ അർപ്പിച്ചിട്ട് എന്താ കാര്യം? പാർട്ടിയിൽ ഇറങ്ങി പ്രവർത്തിക്കണം നല്ലോണം. ഞാൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പ്രവർത്തിച്ച് കണ്ടാ മതി. അതിന്റെ ആണല്ലോ ഇപ്പൊ ഓടി നടക്കുന്നത്. നീ പ്രവർത്തിച്ചതിന്റെ ആണ്. ഇതെന്ത്? ഈടെ നിന്റെ അടുത്ത് കുറെ നേരമായിട്ട് പറയുന്നില്ലേ ഇത് ക്ലീറ്റസിനുള്ള സാധനമാണെന്ന്. അവൻ വരട്ട്. എനിക്ക് ഒരെണ്ണം. അത് വരട്ടെ, തരാം. നിങ്ങൾ നേരത്തെ എത്തിയോ? ഞാൻ കുറെ എന്താണ് ഒരു വിഷമം പോലെ? ഒന്നുമില്ല, പാർട്ടിയുടെ ഓരോരോ പ്രശ്നങ്ങളെ മേളിൽ നിന്ന് പ്രസിഡന്റ് വിളിച്ച് സംസാരിച്ചു. പ്രവർത്തനങ്ങളൊക്കെ പോരാ, കുറച്ചുകൂടെ ഊർജ്ജമാക്കണമെന്ന് പറഞ്ഞിട്ടേ. അപ്പൊ അതിൻ്റെതായ കുറെ ടെൻഷൻ. കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഉള്ളൂ. അളിയൻ വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് ഉഷാറാക്കാം. നീ ഇതാ ഈ ചക്ക വറ്റൽ അങ്ങോട്ട് തിന്ന. ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടായിക്കൊണ്ട് വന്ന വീട്ടിൽ നിന്നൊരു ചക്ക കഴിച്ചു. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു ക്ലീറ്റസിന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വറ്റലെന്ന്. അതുകൊണ്ട് നിനക്ക് വേണ്ടി പ്രത്യേകം വറുത്ത് കൊണ്ടുവന്നേ. അന്നേരം മുതൽ ഇതിനകത്തിട്ട് പിടിക്കുക. തിന്ന്. കൊള്ളാം. അതെ, നമുക്കൊന്ന് വൈകിട്ട് നമുക്ക് 3 പേർക്കും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടെ ചെറുതായിട്ടൊന്ന് കൂടിക്കൂടെ? പിന്നെന്തോ എൻ്റെ ചിലവാ. അളിയന്റെ ചിലവാ? വല്ല കോളം കിട്ടിയോ? ലക്ഷണം ഉണ്ടല്ലോ. ഒന്നുമില്ല, കുറെ നാളായിട്ട് ആലോചിക്കുക ഈ പാർട്ടിയുടെ ഈ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ. നമുക്ക് മാത്രമായിട്ട് നിന്നും മനസ്സ് തുറന്ന് കുറച്ച് നേരം സംസാരിക്കണേ. ശരി. ചക്കവരില് കൊള്ളാം. ഇനി വേണ്ട ഒരു ഫുൾ ചക്ക വറ്റല ഞാൻ നിനക്ക്, ഫുൾ ചക്ക വറ്റലാക്കി നിനക്ക് വീട്ടിൽ തരുന്നതായിരിക്കും. തക്ലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്ടിൽ കൊണ്ടുപോകാൻ മറക്കണ്ട കേട്ടോ. ഇത് ഇവിടെ വെച്ചിരുന്ന ഇത് മൊത്തം തീർക്കും. ഒരു പാക്കറ്റ് എനിക്ക് കൂടെ വേണം. നിനക്ക് തരാം. പോരെ? അപ്പോ ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ വിളിക്കാം. ശരി, ഇപ്പം ശരി. ഓക്കെ. ഡീ, നീ പോയി കിടന്ന് ഉറങ്ങിക്കേ. ഡാഡി വന്നിട്ട് ഉറങ്ങാം. ഡാഡി വന്നെ എന്തിനാ? ഞാൻ ഉറങ്ങൂല. എന്റെ ഡാഡി പോയ വഴിയല്ലേ, വിളിച്ചാലും എടുക്കൂല. ചെല്ല് എഴുന്നേക്ക്. ഡാഡി വരട്ടെ.
ഇതുണ്ടോ? എല്ലാം അങ്ങോട്ട് കളഞ്ഞോളണം കേട്ടോ തക്കളി മോളെ. ഈ ഫോൺ ബെല്ലടിക്കുന്നത് ഈ മനുഷ്യന് കേക്കണില്ലായിരിക്കോ? സ്വിച്ച് ഓഫ് ആയി കാണും. ആ വന്നല്ലോ. എന്നാ നിങ്ങളുടെ ഈ ഫോൺ ഞാൻ തല്ലി പൊടിച്ചോളാം ക്ലീറ്റോ. ദേഷ്യം വന്നിട്ട് എനിക്ക്. ഫോണിതാ. ഫോൺ സൈലന്റ്. ഞാൻ പറഞ്ഞു. മക്കളെ എന്താ നീ പറഞ്ഞല്ലേടി എന്താ പറഞ്ഞത്തെ പേടെന്ന് പറയോ? ഡാഡി വരട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ എപ്പോ പോയതാ ക്ലീറ്റോടുന്ന്? എപ്പോ പോയതാ? അവൻ രാവിലെ പോയല്ലേ? എന്നിട്ട് എന്താ പ്രശ്നം? പോയ വഴി. പിന്നെ കുടുംബത്തിനെ പറ്റിയും ചിന്തിക്കരുത്, മോളെ പറ്റിയും ചിന്തിക്കരുത്. ഈ ഫോണിൽ എന്റെ എത്ര കോള് കളിയില്ല. അത് ഫോണ് പ്രസിഡന്റായിട്ട് സംസാരിച്ചപ്പോ സൈലന്റ് ആക്കി, പിന്നെ ഓൺ ചെയ്തില്ല. ഇതിന് മുടക്കമൊന്നും വരുത്തരുത് കേട്ടാ. എന്തിനാ വിളിച്ചത് പ്രസിഡന്റ്? കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു, നമ്മളെ പാർട്ടിയുടെ കുറെ പ്രശ്നങ്ങളും. നിങ്ങക്ക് എന്ത് സന്തോഷമുള്ള കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്? പറയാം, അതൊക്കെ വഴിയെ പറയാം, ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എന്നാ വാ, ഒന്ന് കുളിച്ചിട്ട് കിടക്കാൻ നോക്ക്. നിങ്ങൾ കിടന്നോ? ഞാൻ വരാം, ഞാൻ കിടക്കാം. നിങ്ങൾ കിടന്നോ? തക്കളി പോയി കിടന്നോ മോളെ. ഓ ഡാഡി വാ. ചെല്ല്, ഡാഡി വരാന്ന് പറഞ്ഞില്ലേ ഡാഡി. അമ്മ വാ. എഴുന്നേക്ക് ക്ലീറ്റോ. ഞാൻ വരാം. ഇനി ഇങ്ങനെ കസേരയിൽ ഉറങ്ങിക്കോട്ടെ. ഇനി എന്നെ ഉറങ്ങി കഴിയുമ്പോ എന്നെ തിരിച്ചെഴുന്നേറ്റ് വന്നെ. തങ്ക നീ ഒന്ന് പോയി കിടന്നോ, ഞാൻ വരാം. വരുമല്ലോ. നോക്കിയിരുന്ന് എന്നെ പറഞ്ഞാ മതി. കിടന്നേ. കണ്ടല്ലോ ഡാഡീനെ, മതിയായല്ലോ. എന്ത് വിളിച്ചോ? ഒന്നുമില്ല. ഭയങ്കര ഉറങ്ങിക്കേ. എഴുന്നേറ്റോ? ഇതെന്താ പറ്റിയേ? തണുക്കുന്നു. തണുക്കുന്നോ? പനിയുണ്ടോ? ഇല്ല. ചൂടുണ്ടല്ലോ. ചെറുതായിട്ട്. അതാണ് ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ടില്ല. എന്താ പറ്റിയേ? തണുക്കുന്നടി. എന്നാ ആശുപത്രി പോവാ. എന്തെങ്കിലും കണ്ട് പേടിച്ചോ ക്ലീറ്റ? പെട്ടെന്ന് ഇങ്ങനെ പനി വരാനായിട്ട് എന്താ കാര്യം? തണുപ്പടിച്ചിട്ടായിരിക്കും. എന്ത് തണുപ്പടിക്കാൻ? ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു. മേലുവേദന ഉണ്ടോ? ഇല്ല, അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ എന്തോ ഒരു. എന്നാ വാ, നമുക്ക് ആശുപത്രി പോയി. വെച്ചോണ്ടിരുന്ന് വലിയ അസുഖമാക്കണ്ട. സാരമില്ല, നോക്കാം. ഞാൻ ചുക്ക് കാപ്പി ഇട്ടെന്നാ കുടിക്കുവോ? ആശുപത്രി പോണെങ്കിൽ പോവാട്ടോ. ക്ലീറ്റോ, ഫോൺ ബെല്ലടിക്കണോ? അത് എടുക്കണ്ട, എടുക്കണ്ട. പ്രസിഡന്റാ. കുഴപ്പമില്ല, എടുക്കണ്ട. സംസാരിക്ക, പ്രസിഡന്റ് അല്ലേ. എടുക്കണ്ട, പിന്നെ വിളിക്കാം. അൻസാറൊക്കെ. ഇത് കുറച്ച് ഫ്രൂട്ട്സാ. നിന്നെ രാവിലെ വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്ത് പറ്റിയ നിനക്ക്? നിന്നെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലല്ലോ. ക്ഷീണം. എന്ത് ക്ഷീണം?
ഒന്നുമില്ലടാ. പനി. അയ്യോ ചെറിയ പനിയുണ്ടല്ലോ. ഉം. ഒരു ചുക്കാപ്പി ഇട്ട് കൊടുക്കാൻ എന്ത്? വെച്ചിട്ടുണ്ട്. ഇന്ന് ഉറങ്ങിയിട്ടില്ല. എന്തായിരുന്നു ഇന്നലെ പാർട്ടി ഓഫീസിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടായോ? ചെറിയൊരു ആ, അതൊക്കെ തന്നെ കാരണം. എന്ത് മഴ വല്ലോ ഞാൻ ചെറുതായിട്ട് അവിടുന്ന് വന്നപ്പോഴേ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ തന്നെ. അല്ലെ ഒരു കാര്യം ചെയ്യേ, നമുക്ക് ആശുപത്രി പോവാം. ഇല്ല ഇല്ല, ഇത് മാറി ഒരു കുഴപ്പമില്ല. ഒരു ചെറിയ ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ അപ്പം മാറും. അത് ചുക്കാപ്പി കുടിച്ച് കഴിയുമ്പോൾ മാറും. നീ വാന്ന് നമുക്ക് നടരാജ, നീ ഒരു വണ്ടി വിളിച്ചിട്ട് വന്ന്. വേണ്ട, കുഴപ്പമില്ല കുഴപ്പമില്ല. നിങ്ങൾ പാർട്ടി ഓഫീസിലോട്ട് ചെല്ലേ, ഞാൻ വരാം. ഹോസ്പിറ്റലിൽ പോകുന്നു, നീ വാ. ഇല്ലടാ, ആരുമില്ലെന്ന്. പോ, നിങ്ങൾ പൊക്കോ. അപ്പൊ തങ്ങ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ വിളിക്കണം. അപ്പൊ ഇറങ്ങട്ടെ, ഞങ്ങൾ പാർട്ടി ഓഫീസിൽ കാണുവേ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ വിളിക്കണം, മറക്കരുത്. അല്ലെ ഒരു ചെറിയ കഞ്ഞിയെ കുടിച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങും, അപ്പൊ ശരിയോ? ശരി. പാർട്ടിക്ക് ഉപകാരമില്ലെങ്കിലും നിങ്ങൾ ജീവനാണ് കേട്ടാ. കാപ്പി ഇതൊറ്റ വലിക്കങ്ങ് കുടിച്ചേ. എന്ത് ക്ലീറ്റോ? എന്താ? അങ്ങനെയല്ല, എന്തോ ഉണ്ട് ക്ലീറ്റോന്, പറയ്. എന്താണെങ്കിലും പറ, ഞാനില്ലേ. അതെ, പ്രസിഡന്റേ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ്, പ്രസിഡന്റ്, അത് ശരിയല്ലേ? ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ, അങ്ങോട്ട് വിളിക്കാം. ക്ലീറ്റസേ, എന്തായി? പ്രസിഡന്റ് പറഞ്ഞ കാര്യം ഞാനൊന്ന് ആലോചിച്ചു. ഏതായാലും എത്ര പെട്ടെന്നായത് നന്നായി. എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് തീരുമാനിച്ചോ? എല്ലാം തീരുമാനിച്ചോ? അതെ, തൽക്കാലം പ്രസിഡന്റ് അതങ്ങ് മറന്നുതരാം. അതെ, കേരളത്തിലുള്ള ഒരു കുഞ്ഞിനെയും കൊന്നിട്ട് ഇവിടെ ഈ പാർട്ടി വളരണ്ട. അതിന് ക്ലീറ്റസ് കൂട്ട് നിൽക്കുമെന്നും താൻ വിചാരിക്കണ്ട കേട്ടോ. പിന്നെ ഇത് ഞങ്ങളല്ല, വേറെ ആരെങ്കിലും വെച്ചിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഉണ്ടല്ലോ, പാലാക്കാരൻ ക്ലീറ്റസ് മതായി അങ്ങ് ഡൽഹിയിൽ വരും, വന്ന് തൻ്റെ കാലിനെ അടിച്ചോടിച്ചളയും. അല്ല ക്ലീറ്റസ്, ഇതുവരെ ഇവിടെ ഈ പാർട്ടി വളർന്നത് ആരെയും കൊല്ലാതെയും ചോര വീഴാതെയൊക്കെ തന്നെയാണ്. അത് അങ്ങനെ തന്നെ അങ്ങ് വളർന്ന് പൊക്കോളും കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പേരിൽ എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ തൻ്റെ അഴിമതികളൊക്കെ ഞാൻ ജനങ്ങളോട് വിളിച്ചങ്ങ് പറയും. അല്ല ക്ലീറ്റസ്, അതിപ്പോ എൻ്റെ പ്രസിഡന്റ് ഇതൊന്നും ഇല്ലാതെ ക്ലീറ്റസ് അടുത്ത പ്രാവശ്യം ഇവിടെ ഇലക്ഷന് നിൽക്കും, ജയിച്ച് കാണിച്ചു തരികയും ചെയ്യും. അപ്പൊ കണ്ടോ? അതാണ് വേണ്ടത്, അതാണ് വേണ്ടത്. ഞാനും അതുകൊണ്ട് പറയാൻ വരികയായിരുന്നു. അപ്പൊ ക്ലീറ്റസേ, എനിക്കൊരു അല്പ തിരക്കുള്ളത് കൊണ്ടാ. അല്ലെ നമുക്ക് പിന്നീടൊന്ന് കാണണം, പിന്നെന്താ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാണും, കണ്ടിരിക്കും. എന്നാ ക്ലീറ്റസ് ചെല്ലേ, അപ്പൊ പിന്നെ കാണണം കേട്ടോ. ഡൽഹി തന്നെയാ നല്ലത്. ഇവിടെ ഉള്ളവന്മാർക്കൊക്കെ ഭയങ്കര ബുദ്ധിയല്ലേ മലയാളികൾ. ഒരു വക അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പാർട്ടിനെ രക്ഷിക്കാൻ വേണ്ടി പുതിയ തന്ത്രമായിട്ട് വന്നേക്കണു. നിങ്ങൾ പല ഉടായ്പകളും കാണിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരാളെ കൊല്ലാൻ പറ്റുമോ നിങ്ങൾക്ക്? അതിനുള്ള മനസ്സൊന്നും എൻ്റെ ക്ലീറ്റോനില്ല എന്നുള്ളത് എനിക്കറിയാലോ. ഇപ്പം കണ്ടോ ക്ലീറ്റോ, നിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഓടിക്കതച്ച് വന്നത് കണ്ടോ നിങ്ങൾ? വേറെ ആര് വരും? ഇതേപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ നാട്ടിൽ. ഇത്രയും നാളും നിങ്ങൾ ചോര നീരാക്കിയല്ലോ പാർട്ടിക്ക് വേണ്ടിയിട്ട്. പാർട്ടി നന്നായില്ലല്ലോ. ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് പോയാൽ മതി, നമുക്ക് ആ പൈസ വേണ്ട. നാളെ നിങ്ങളോട് നിങ്ങളുടെ പാർട്ടി ഇത് തന്നെ ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് ക്ലീറ്റ ഈ വിഷമിച്ചിരിക്കുന്നത്. ആ പുതപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങോട്ട് ചെന്നേ, അവരോട് 4 വർത്താനം പറഞ്ഞേ. ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലോട്ട് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ മുട്ടുകാല് വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞേക്കും നമ്മൾ. ഞാനുണ്ട് ക്ലീറ്റോന്റെ കൂടെ. Versus Alien.